ചെന്നൈ പഴയ ചെന്നൈ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത അവന്മാർ നെഞ്ചത്ത് തുളയിട്ട് വിടും. കാരണം പ്രീ കോവിഡ് ഇറയിലെ ചെന്നൈ എഫ് സിയെ പോലെ തന്നെ അവർ തങ്ങളുടെ പ്രൈം ടൈമിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ ആക്റ്റീവായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികൾ അവർ ലോക്ക്ഡൗണിന് മുമ്പ് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. 2 തവണ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബാണ് ചെന്നൈ എഫ് സി എന്ന് പറയുമ്പം അവരുടെ കരുത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരിക്കലും. അവരുടെ ആദ്യത്തെ കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ജോൺ സ്റ്റീവൻ മെൻഡോസ എന്ന് പറയുന്ന ഒരു കൊളംബിയൻ പടക്കുതിരയെ കൊണ്ടുവന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അടിച്ച് നിലംപരിശാക്കിയ സീസൺ. നെരിജസ് വാൽക്കസിനെ പോലെയുള്ള കിടിലൻ താരങ്ങളെ അവർ ഇന്ത്യൻ ഫുട്ബോളിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നീട് മധ്യനിരയിലേക്കും അവർ സംഭാവന ചെയ്ത താരങ്ങളുടെ എണ്ണം നോക്കിയാൽ ഒരുപാട് വലുതാണ്. ഇത്തവണ അവർ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ക്ലിഫോർഡ് മിറാണ്ടയിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. മിറാണ്ട ഒരു ജർമ്മൻ ക്ലബിൻ്റെ പരിശീലകനായി പോലും നിയമിതനാവേണ്ടതായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകർക്കിടയിലെ അണ്ടർ റേറ്റഡ് ജം എന്ന് വിളിക്കാൻ കഴിയുന്ന ക്ലിഫോർഡ് മിറാണ്ടയെ 2 വർഷത്തേക്ക് അവർ വിശ്വസിച്ച് തങ്ങളുടെ പരിശീലന ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയുഷ് ദേവ് ഛേത്രിയെ തങ്ങളുടെ കൂടാരത്തിലേക്ക് അവരെത്തിച്ചിട്ടുണ്ട്. എഫ് സി ഗോവയ്ക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ആയുഷ് ദേവ് ഛേത്രി. പിന്നീട് ഇമ്രാൻ ഖാനെ അവർ 1 വർഷത്തെ സേവനത്തിന് ശേഷം റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവർ അണിയറയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ താരങ്ങളുടെ ഷോർട്ട് ലിസ്റ്റും ഇതിനോടകം തന്നെ ചെന്നൈ എഫ് സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാലങ്ങൾക്ക് ശേഷം ചെന്നൈയിൻ്റെ ആരാധകർ ആഘോഷത്തിന് അഴക്കൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ലോക്ക്ഡൗണിന് മുമ്പുള്ള പഴയ ചെന്നൈ എഫ് സിയുടെ പവർ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. യെസ്, ദ പവർ ഹൗസ് ഈസ് ബാക്ക്.